ഹലോ ഗൈസ്, അബീസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പൊള്ളുന്ന ചൂടത്ത് ഒന്ന് തണുപ്പിക്കുവാനായിട്ട് നമുക്കൊരു കിഡിലൻ ആപ്പിൾ ജ്യൂസ് ഒന്ന് ഉണ്ടാക്കിയാലോ? അതുണ്ടാക്കുവാൻ വേണ്ടി ഞാനിവിടെ ഒരു 1.5 ആപ്പിൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം. പാൽ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ആപ്പിൾ ജ്യൂസിന് ഒട്ടും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടത്തില്ല. ഇനി അതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ. ആപ്പിളിനൊക്കെ നല്ല മധുരമുള്ളതുകൊണ്ട് കൂടുതൽ മധുരം ആവശ്യമുള്ളവർ കുറച്ചുകൂടി ചേർക്കാം. ഇനി അതിലേക്ക് ചേർക്കുന്നത് 1 ഡ്രോപ്പ് വാനില എസൻസ് ആണ്. വാനില എസൻസ് ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് ചേർക്കുന്നത്. ഇനി ഞാനിവിടെ 2 ഏലക്കായുടെ കുരു മാത്രം കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വരാം. ആപ്പിൾ ഞാനിവിടെ അടിച്ചെടുത്തു. ഇനി അത് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. ആപ്പിൾ ജ്യൂസ് ഞാനിവിടെ അടിച്ചെടുത്തു. ഇനി നമുക്കിതൊരു 2 ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇതൊരു 2 ഗ്ലാസ്സിനുള്ളത് ഉണ്ട്. ഇവിടെ ഞാൻ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് 1-2 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബ്സ് ഇട്ട് ചില്ല് ചെയ്ത് കുടിക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. തണുപ്പിക്കാതെയും കുടിക്കാം, എങ്കിലും തണുപ്പിച്ച് കുടിക്കുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഇത് സെർവ് ചെയ്യാം. ഇനി ഞാനിവിടെ 3-4 പിസ്തായും കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ കുറച്ച് ബദാമും കൂടെ കൊച്ചായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള ജ്യൂസാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഇത് പറ്റിയതാണ്. പ്രത്യേകിച്ച് പാൽ കുടിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്ക്. അതുപോലെ ഇതിനകത്ത് ഏലക്കായും വാനില എസൻസും ഒക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് നല്ലൊരു ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വേനൽ ചൂടിൽ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർമ തരുന്ന അടിപൊളി ആപ്പിൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. ടിൽ ദെൻ ബൈ ബൈ. താങ്ക് യു. ടേക്ക് കെയർ.